ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അഞ്ജിത സുപ്പൂസ് ഒഫീഷ്യൽ. അപ്പൊ നമ്മളിപ്പോൾ ഉള്ളത് ഇടപ്പള്ളി പള്ളിയിലാണ്. അപ്പൊ ക്രിസ്മസ് ഒക്കെ ആയിട്ട് ഇടപ്പള്ളി വരെ ഒന്നും വന്നില്ലെങ്കിൽ നമുക്കൊരു എന്താ പറയാ, ഒരു മിസ്സിങ് ഫീലാണ്. അതുകൊണ്ട് തന്നെയാണ് നേരെ നമ്മൾ ഇടപ്പള്ളി പള്ളിയിലേക്ക് വന്നിട്ടേ ഉള്ളത് കേട്ടോ. അപ്പൊ ഇവിടെ വന്ന് എല്ലാ വർഷവും നമ്മൾ ലൈറ്റ്സ് ഒക്കെ കാണാറുണ്ട്. അപ്പൊ ഈ ഒരു പള്ളിയിൽ ഇഷ്ടംപോലെ ആൾക്കാര് ക്രിസ്മസിന്റെ തലേ ദിവസം വരാറുണ്ട് കേട്ടോ. ഇവിടുത്തെ ഈ ഒരു ലൈറ്റിങ്ങും ഈ ഒരു ഡെക്കറേഷൻസും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് പേരാണ് വരാറുള്ളത്. ഇത് മാത്രമല്ല, ക്രിസ്മസ് നൈറ്റ് ആ ഒരു തലേ ദിവസം പ്രാർത്ഥനയ്ക്കും എല്ലാം വേണ്ടിയിട്ടും ഇഷ്ടംപോലെ ആൾക്കാർ വരാറുണ്ട്. അപ്പോൾ നമ്മുടെ എറണാകുളത്തെ ഏറ്റവും വലിയ ക്രിസ്മസ് ഡെക്കറേഷൻസ് ഒക്കെ ഉള്ള പള്ളിയാണ് നമ്മുടെ ഇടപ്പള്ളി പള്ളി. അപ്പോൾ ഇവിടെ രണ്ട് പള്ളിയാണ് ഉള്ളത്. ഒരെണ്ണം പഴയ പള്ളിയാണ്, പിന്നെ ഇവിടെ കാണുന്നത് ഇത് പുതിയ പള്ളിയാട്ടോ. അപ്പൊ ബാക്കി പള്ളികളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇവിടുത്തെ ഒരു ആർക്കിടെക്ചർ ഭയങ്കരമായിട്ട് എടുത്തു നിൽക്കുന്ന ഒന്ന് തന്നെയാണ്. ഈ ഒരു ലൈറ്റ്സും എല്ലാം കാണുമ്പോൾ നമുക്ക് നമ്മുടെ കേരളത്തിൽ തന്നെയുള്ള പള്ളിയാണോ എന്ന് തോന്നിപ്പോകും. അത്ര ഭംഗിയായിട്ടാണ് ഈ ഒരു പള്ളി പണിതിട്ടുള്ളതും. കൂടാതെ ക്രിസ്മസ് ഒക്കെ ആയിട്ട് ഇവിടുത്തെ ഡെക്കോറോ ഒക്കെ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ എല്ലാ വർഷവും ഈ പള്ളിയിൽ ലൈറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിലും ഈ പ്രാവശ്യം കുറച്ച് വെറൈറ്റി ആയിട്ടൊരു കറങ്ങുന്ന സ്റ്റാർ കണ്ടു. അപ്പോൾ ഭയങ്കരമായിട്ട് റീൽസുകളിലൊക്കെ ഭയങ്കര വൈറലായിരുന്നു ഈ ഒരു പള്ളിയിലെ ഈ ഒരു സ്റ്റാർ. അപ്പൊ ഇഷ്ടംപോലെ പേര് ഈ ഒരു സ്റ്റാർ കാണാൻ വേണ്ടിയിട്ടായിട്ട് വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമ്മൾ മൊത്തമായിട്ട് ഈ ഒരു പള്ളി ഒന്ന് നടന്ന് കണ്ട് പ്രാർത്ഥിച്ചിട്ടൊക്കെ പോരാന്ന് വിചാരിച്ച് നമ്മളത് ഈ ഒരു പുതിയ പള്ളിയുടെ അകത്തേക്ക് പോവാണ്. അപ്പൊ ഇവിടെ ഫുൾ ലൈറ്റ്സ് ആണ്, ഈ ഒരു പല കളറിലുള്ള ലൈറ്റ്സുകൾ കൊണ്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ നല്ല ഭംഗിയാണ്. അപ്പൊ നമ്മൾ അകത്തേക്കൊക്കെ പോയിട്ട് വരാം. അപ്പൊ ഈ ഒരു പള്ളിയുടെ ഫ്രണ്ടിൽ തന്നെയായിട്ട് ഒരു വലിയൊരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഫുൾ ലൈറ്റ്സ് വെച്ചിട്ടാണ് ആ ഒരു ട്രീ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല ഹൈറ്റിലുള്ള ട്രീ ആണ്. അപ്പോൾ ഇതിന്റെ ഫ്രണ്ടിലായിട്ട് ഇഷ്ടം പോലെ പേര് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ലൈറ്റ്സ് വെച്ചിട്ടാണ് ഈ ഒരു ട്രീ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നുള്ള ഒരു വ്യൂ എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആണ്. അപ്പോൾ നല്ല പള്ളിയുടെ ഒരു വ്യൂവും അതുപോലെ തന്നെ നമുക്ക് സൈഡിലൂടെ നമ്മുടെ മെട്രോ പോകുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു വ്യൂ ഒക്കെ കിട്ടും കേട്ടോ. അപ്പോൾ എന്താ പറയാ, കൊച്ചിയുടെ ഹൃദയഭാഗത്തുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പള്ളിയാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ഇവിടുത്തെ ലൈറ്റ്സ് ഒക്കെ കണ്ടിട്ട്, അപ്പൊ ഇഷ്ടംപോലെ തിരക്കൊക്കെ ഉണ്ട്, നല്ല ആൾക്കാരൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പൊ ഇത് മാത്രല്ല, ഈ ഒരു പള്ളിയില് പുൽക്കൂട്, വിവിധ രീതിയിലുള്ള പുൽക്കൂടുകളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ ടീമായിട്ടാണ് ഇവിടെ പുൽക്കൂടൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ വളരെ വെറൈറ്റി ആയിട്ടുള്ള പുൽക്കൂടുകളൊക്കെ നമുക്ക് ഈ ഒരു താഴത്തെ പള്ളിയിൽ ചെല്ലുമ്പോൾ കാണാൻ പറ്റുന്നതാണ്. ഇത് കൂടാതെ ഈ ഒരു താഴത്തെ പള്ളിയിലായിട്ട് ഇതുപോലെ ലൈറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നല്ല രസമാണ്, നല്ല ഭംഗിയായിട്ടാണ് ഈ ഒരു ലൈറ്റുകൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ലൈറ്റ്സ് ഒക്കെ കണ്ട് ആർക്കാണ് ഒന്ന് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ തോന്നാതിരിക്കുക അല്ലെ. അപ്പൊ അത്ര ഭംഗിയായിട്ടാണ് ഈ ഒരു ഫ്രണ്ടില് ഈ ഒരു ലൈറ്റ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മൾ ആ ഒരു ലൈറ്റ്സ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്രിസ്മസിന്റെ തലേ ദിവസം ആയതുകൊണ്ട് തന്നെ തിരക്കൊക്കെ കൂടി വരുന്നുണ്ടായിരുന്നു. രാത്രി കുർബാനയ്ക്കാണ് പള്ളിയിൽ ഇഷ്ടം പോലെ പേര് വരുന്നത് കേട്ടോ.
അപ്പൊ ഈ കാണുന്നതാണ് നമ്മുടെ ഈ ഒരു കറങ്ങുന്ന സ്റ്റാർ. ഇത് ഭയങ്കര വെറൈറ്റി ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാ വർഷത്തേക്കാളും വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഈ ഒരു സ്റ്റാർ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയാണ് ഈ ഒരു സ്റ്റാർ കാണാനായിട്ട്. നല്ല റൊട്ടേറ്റ് ചെയ്യുന്ന ആ ഒരു സ്റ്റാർ. അതുകൂടാതെ അതിന് തൊട്ടടുത്ത് തന്നെ ഒരു സാൻഡയും ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയും നല്ല തിരക്കാണ് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയാണ് ഈ ഒരു സ്റ്റാറൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ അതിന് ചുറ്റും നിന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏഷ്യയിൽ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ഏറ്റവും വലിയ പള്ളി കൂടിയാണ് എടപ്പള്ളി പള്ളി. അപ്പോൾ ഇവിടെ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് വരുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ മെമ്മറീസൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഏകദേശം കുറേ വർഷങ്ങളായിട്ട് ക്രിസ്മസിൻ്റെ തലേ ദിവസം ഈ ഒരു പള്ളിയിൽ വരാറുണ്ട്. അപ്പോൾ ഇവിടുത്തെ ലൈറ്റ്സ് ഒക്കെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വരാറുള്ളത്. അപ്പോൾ അതൊരു പ്രത്യേക ഫീൽ തന്നെയാണ് ആ ഒരു നൈറ്റൊക്കെ വരുന്നത്. അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ കച്ചവടക്കാരുണ്ട്. അവരുടെ കയ്യിലൊക്കെ ഈ ഒരു നിയോൺ ബലൂൺ ഉണ്ട്. അപ്പോൾ നല്ല ഭംഗിയാണ് ഈ ഒരു ബലൂണൊക്കെ കാണാനായിട്ട്. ഇവർ ഈ ബലൂണൊക്കെ പിടിച്ച് നിൽക്കുന്ന ആ ഒരു ഇതൊക്കെ കാണാൻ തന്നെ നല്ല ഭംഗിയാണല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞിട്ട് പള്ളിയിൽ നിന്ന് നേരെ ഇറങ്ങുവാണ്. എന്നിട്ട് നമ്മൾ നേരെ പോകുന്നത് ഇതിൻ്റെ അടുത്ത് തന്നെയാണ് ലുലു മോളുള്ളത്. അങ്ങനെ നമ്മൾ ലുലു മോളിലും കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലുലു മോളിലും ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇഷ്ടംപോലെ ലൈറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ട്രിവാൻഡ്രം ലുലു മോളിലും ഇതുപോലെ തന്നെ ലൈറ്റ്സ് ഒക്കെ കൊണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൊച്ചി ലുലു മോളിലും അവർ ഒട്ടും കുറവ് വരുത്തിയിട്ടില്ല. വളരെ മനോഹരമായിട്ട് ലൈറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയും ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് ഇഷ്ടംപോലെ പേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ അത് വെക്കേഷൻ ആയതുകൊണ്ട് കുട്ടികളും ഫാമിലീസും എല്ലാം ലുലു മോളിലും എടപ്പള്ളിയിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ലുലു മോളിലൊക്കെ കറങ്ങിയതിന് ശേഷം തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു കുട്ടി വീഡിയോ. അപ്പോൾ ക്രിസ്മസിൻ്റെ തലേ ദിവസം എടുത്ത വീഡിയോ ആണിത്. അപ്പോൾ നമ്മുടെ എടപ്പള്ളി പള്ളിയുടെയും ലുലുവിൻ്റെയൊക്കെ ലൈറ്റിൻ്റെയൊക്കെ ഒരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.